സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ. ലബനാനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണമുണ്ടായി. 6 പേരാണ് ഈ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുവൈസി കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലബനാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയും ഗൾഫ് വിമാന കമ്പനികളും ഉൾപ്പെടെ 12 കമ്പനികളാണ് സർവീസ് റദ്ദാക്കിയത്. എങ്ങോട്ടാണ് ഇസ്രായേലിന്റെ ഈ പോക്ക് എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജീബ്, ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇപ്പോൾ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ലഭ്യമാകുന്നുണ്ട്. ഭീകരാന്തരീക്ഷമാണോ മുന്നിലുള്ളത്? അമൃത, ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ബെയ്റൂത്തിലും ബക്കയിലും ഉൾപ്പെടെ ലബനാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. 558 പേർ ഇതിനകം തന്നെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ട് ലബനാൻ ആരോഗ്യമന്ത്രി ഫിറാസ് സബിയാദ് ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. 1835 പേർക്കാണ് ഈ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ആളുകൾ ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുമ്പോഴും കൊല്ലപ്പെട്ടവരിൽ 50 കുട്ടികളുണ്ട്, 94 സ്ത്രീകളുണ്ട്, വളരെയേറെ സിവിലിയന്മാർ ഈ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗസയിൽ സംഭവിച്ചതെന്തോ അതുതന്നെയാണ് ഇപ്പോൾ ലബനാനിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ബെയ്റൂത്തിൻ്റെ തെക്കൻ മേഖലയിലുള്ള ദാഹിയ പട്ടണത്തിൽ ഒരു കെട്ടിടത്തിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. ഇസ്രയേലിൻ്റെ 6 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്, 15 പേർക്ക് പരിക്കേറ്റു. ഇത് ഒരു ഹിസ്ബുള്ള കമാൻഡർ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം മേധാവിയായ ഇബ്രാഹിം മുഹമ്മദ്, അതായത് ഈ മിസൈൽ വിഭാഗം മേധാവിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഇസ്രയേൽ പറയുന്നത്. പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അതിനൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായിരുന്നാലും ഈ തെക്കൻ ലബനാനിന് നേരെയുള്ള വ്യോമാക്രമണം അതിശക്തമായി തന്നെ ഇസ്രയേൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകരായ പാരാമെഡിക്കൽ സ്റ്റാഫ് 4 പേര് ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. 16ഓളം ആശുപത്രി ജീവനക്കാർക്ക്, അതായത് ആരോഗ്യ പ്രവർത്തകർക്ക് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. UNHCRൻ്റെ യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിൻ്റെ 2 ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി UNHCR മേധാവി തന്നെ അറിയിക്കുകയുണ്ടായി. വലിയ തരത്തിലുള്ള ഒരു ആക്രമണമായി ഈ ലബനാന് നേരെയുള്ള ആക്രമണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഹൈഫ പട്ടണത്തിന് സമീപം ഇന്ന് വലിയ തരത്തിലുള്ള റോഷ്പിന പട്ടണത്തിൽ വലിയ തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേൽ പത്രങ്ങൾ തന്നെ 220ഓളം റോക്കറ്റുകൾ ഇന്ന് ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് പതിച്ചതായി പറയുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിൽ നിന്ന് നേരത്തെ തന്നെ വീടൊഴിഞ്ഞു പോയ നിരവധി ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കൂട്ടത്തോടെ ആളുകൾ ആ ഭാഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായി അത് ഉയർത്തിക്കാണിക്കുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ അവരുടേതായ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഗസയാക്കാൻ ലബനാനിനെ ആ തരത്തിലേക്ക് മാറ്റുന്നത് സഹിക്കാൻ ലോകത്തിനാകില്ല എന്ന തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് ആവട്ടെ ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഒറ്റയ്ക്കായിരിക്കില്ല ഇനി ഇസ്രായേലിനെ നേരിടുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വലിയ തോതിലുള്ള സപ്പോർട്ട് ഇനി ഹിസ്ബുള്ളയ്ക്കുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ ഈ മേഖലയിൽ തുടരുകയാണ്. ബോംബാക്രമണങ്ങൾ. അമേരിക്കയുടെ നിലപാട് നിലവിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ തന്നെ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകട്ടെ എന്നാണോ? എന്തെങ്കിലും സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടോ നിലവിൽ? അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ മുന്നോട്ട് പോക്ക്. അമേരിക്ക ഈ പ്രശ്നങ്ങൾ അവസാനിക്കണമെന്നൊരു ഭാഗത്ത് പറയുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിൽ ഇതിനെ ഇതുവരെ എതിർത്തതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിലെ ബെന്നി ഗാൻസ്, മുൻ മന്ത്രിയായിരുന്ന ബെന്നി ഗാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഈ ഹസൻ നസ്രള്ളയുടെ ആഹ്വാനപ്രകാരം ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് ഇപ്പോഴും റോക്കറ്റുകൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഈ വ്യോമാക്രമണത്തിൽ നിർത്താൻ സാധ്യമല്ല, ഞങ്ങൾ ഇനി കരയാക്രമണം കൂടി ആരംഭിക്കാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള ഒരു സൂചന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിലൂടെ ഇന്ന് വരുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ ഇതിനെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പല വിമാന കമ്പനികളും ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ലബനാനിലേക്കുമുള്ള വിമാന സർവീസുകൾ
വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, റദ്ദാക്കിയിരിക്കുന്നു. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഗൾഫ് വിമാന കമ്പനികൾ ഉൾപ്പെടെ 12 വിമാന കമ്പനികളാണ് അവരുടെ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. അത് ബെയ്റൂത്തിലേക്കും ലബനാനിലേക്കും മാത്രമല്ല, അത് തെല്ലവീവിലേക്കും ഇസ്രായേലിലേക്കുമുള്ള സർവീസുകൾ കൂടി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. എയർ ഇന്ത്യ തെല്ലവീവിലേക്കുള്ള സർവീസ് റദ്ദാക്കി. അതുപോലെ തന്നെ ജർമ്മനിയുടെ ലുഫ്താൻസ എയർലൈൻസ് അവരുടെ തെല്ലവീവിലേക്കും ഉള്ള സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. തെഹ്റാനിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ ലബനാൻ, ഇറാൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് പല വിമാന കമ്പനികളും റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഫ്രാൻസ്, അതുപോലെ തന്നെ ഡെൽറ്റ എയർലൈൻസ്, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് തുടങ്ങിയിട്ടുള്ള വിമാന കമ്പനികളൊക്കെയും ഈ സർവീസുകൾ റദ്ദാക്കിയ വിമാന കമ്പനികളുടെ കൂട്ടത്തിലാണ്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഈ മേഖലയിൽ ഉടലെടുക്കുന്നു. അത് ഗസയിൽ തുടങ്ങിയ ഒരു ആക്രമണം അത് അവിടെ നിൽക്കാതെ ഇപ്പോൾ ലബനാൻ്റെ നേരെ കൂടി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. തങ്ങളുടെ ലക്ഷ്യം കാണുന്നതുവരെ അവിടെ ആക്രമണം തുറന്നുകൊണ്ടേയിരിക്കും. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഗസയിൽ കണ്ടതുപോലെ തന്നെ വ്യാപകമായ ബോംബാക്രമണങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം ദഹിയ പട്ടണത്തിലുണ്ടായ ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ 6 നില കെട്ടിടം തകർന്ന് അതിൻ്റെ 3 നില പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. നിരവധി ആളുകൾ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് സിവിലിയന്മാരായ ആളുകളാണ് അക്കൂട്ടത്തിൽ ഉള്ളത് എന്നത് പറയുന്നു. ഗസയ്ക്ക് നേരെയും ഇതേ സമയം തന്നെ ആക്രമണം ഇപ്പോൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ.